ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നമ്മുടെ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കണം. ഒരു അരമണിക്കൂർ പുരട്ടി വെക്കണം. എന്നിട്ടാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് എണ്ണയും ഒഴിക്കണം. ഈ അരയ്ക്കുന്ന ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ചിക്കനിൽ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനകത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂർ വെക്കുമ്പോൾ അത് ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്താ പറയുക, എണ്ണയിൽ നമുക്കൊന്ന് ഒരു ഫ്രൈ ചെയ്യാൻ വെക്കാം. ഒരു പാനിനകത്ത് ലേശം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. ഇത് നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. അതിനകത്ത് നല്ലപോലെ വെന്തിട്ട് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കറിക്ക്. നമ്മൾ ചിക്കൻ ഇഷ്ടമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ്. ഞാൻ ഫ്രൈഡ് റൈസാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് അനുസരിച്ച് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം അധികം വേണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.